കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ വിമാന അപകടം ഉണ്ടായപ്പോൾ നമുക്കൊക്കെ വളരെ ദുഃഖം തോന്നി. നമ്മളിന്നും അതിൻ്റെ ആ വാർത്ത കാണുമ്പോൾ കേൾക്കുമ്പോൾ ഒക്കെ സങ്കടത്തോടു കൂടിയാണ് കാണുന്നത്. ഈ അപകടം നമ്മളെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പല ഉദ്ദേശങ്ങളോടുകൂടി യാത്ര ചെയ്ത യാത്രക്കാരാണ് നമ്മളൊക്കെ. എന്ന് വിമാനത്തിലല്ലെങ്കിൽ പോലും സഞ്ചരിക്കുന്ന ആളുകളാണ്. മരിച്ചുപോയ മലയാളിയായ നേഴ്സിനെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ ഒരു കരയ്ക്ക് പറ്റുന്നതിന് വേണ്ടി അവർ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചതാണ്. കുറേ കുട്ടികളെ സംബന്ധിച്ച് രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും അവിടെ മെഡിക്കൽ കോളേജിലെ MBBSനും ഉപരിപഠനത്തിനുമൊക്കെ വന്ന് വർഷങ്ങൾ പഠിച്ച് കഷ്ടപ്പെട്ട കുട്ടികളാണ്. മരിച്ച ചില ആളുകൾ ഒരു ബാലനെ സംബന്ധിച്ച് അമ്മയ്ക്ക് അവിടെ ചായ വയ്ക്കുന്ന അമ്മയ്ക്ക് ഭക്ഷണം കൊണ്ട് പോയതാണ്. അവിടുത്തെ മുൻ മുഖ്യമന്ത്രി മുതൽ താഴെ ചായ വയ്ക്കുന്ന ആളുകൾ വരെ മരിക്കപ്പെട്ടു, അല്ല മരണത്തിന് കീഴ്പ്പെടേണ്ടി വന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ചില സംഗതികളുണ്ട്. നമ്മളാരും ഒരിക്കലും സുരക്ഷിതരല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഞങ്ങൾ വലിയ മഹാസംഭവമാണ്, അല്ലെങ്കിൽ വലിയ കോടീശ്വരനാണ്, അല്ലെ വിദ്യാഭ്യാസമുള്ള ആളാണ്, അല്ലെ ഭയങ്കര സൗന്ദര്യവും ആരോഗ്യമുള്ള ആളുകളാണ് എന്നൊക്കെ ചിന്തിച്ചാലും അപ്രതീക്ഷിതമായിട്ട് മരണം, അപകടം ഒക്കെ നമ്മളെ ബാധിച്ചേക്കാം. ആ ഡോക്ടർമാർ ഹോസ്റ്റലിലായിരുന്നു. അവർ റോട്ടിൽ പോലും നടക്കുന്ന സന്ദർഭത്തിലല്ല. അപ്പോൾ ആ ഹോസ്റ്റലിനുള്ളിൽ അവരുടെ മരണം വന്ന് പിടികൂടി. അമ്മയ്ക്ക് ഭക്ഷണം കൊണ്ടുപോയ കുഞ്ഞ്, മക്കളെ പുലർത്താൻ വേണ്ടി ജോലിക്ക് പോയ ആളുകൾ, ബിസിനസ്സുകാർ, കുടുംബാംഗങ്ങളുടെ അടുത്തേക്ക് പോയവർ, ഇവരെല്ലാം മരണത്തിന് കീഴ്പ്പെട്ടു. പക്ഷേ അതിൽ കൂടിയ ആളുകൾ പരിക്കേറ്റ് ആശുപത്രിയിലുണ്ട്. മറ്റൊരു ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു സംഭവമുണ്ട്. അത് ഇവരുടെയൊക്കെ കുടുംബാംഗങ്ങളാണ്. തങ്ങളുടെ മക്കളെയൊക്കെ പഠിപ്പിക്കാൻ വിട്ട മാതാപിതാക്കൾ എന്തെല്ലാം ലക്ഷ്യത്തോടും, ആ യുവാക്കൾ എത്ര ലക്ഷ്യത്തോടു കൂടിയാണ് പഠിച്ചത്, എന്ത് കഷ്ടപ്പെട്ടാണ് MBBS ഒക്കെ എടുത്തത്. അതിൻ്റെ പിന്നിൽ മാതാപിതാക്കളുടെ എത്ര ശ്രമമുണ്ടായിരുന്നു, എന്തെല്ലാം കഠിനാധ്വാനങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവർ അഭിമുഖീകരിക്കേണ്ടി വന്നു. എന്നാൽ ഒരു നിമിഷം കൊണ്ട് ഇതെല്ലാം നഷ്ടപ്പെടാനിടയായി തീർന്നു. അവരുടെയൊക്കെ വേദന നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒന്ന് കരയാനോ, ഒന്ന് ഉറ്റവരെന്ന് കാണാനോ ഒന്നും ഒരവസരം അവർക്ക് ലഭിച്ചില്ല. നമ്മളെല്ലാം ഏത് നിമിഷവും എന്ത് സംഭവിക്കാവുന്നൊരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നതെന്ന് നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് വിലയിരുത്തി നോക്കണം. നമ്മൾ മറ്റുള്ളവരെ തട്ടിച്ചും വെട്ടിച്ചും, അല്ലെങ്കിൽ കള്ളത്തരം പറഞ്ഞും ചതിച്ചും ഒക്കെ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അത് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകാം. നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകാം, നമ്മുടെ കുടുംബാംഗങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകാം. ഇതൊക്കെയാണ്. അതുകൊണ്ട് ജീവിക്കുന്ന കാലത്തോടും നമ്മൾ ആരെയും കഴിയുന്നിടത്തോളം ഉപദ്രവിക്കാതെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി എല്ലാവരുമായിട്ട് സ്നേഹത്തിലും സമാധാനത്തിലും പോകണം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പോലും ഈ വ്യക്തി ഇത്ര മോശം വ്യക്തിയാണ് എന്ന് ഒരു മനുഷ്യനും പറയാൻ ഇടവരരുത്. പകരം നമ്മളെക്കുറിച്ചുള്ള ഓർമ്മകൾ, നല്ല ഓർമ്മകൾ മറ്റുള്ളവർക്ക് വേണം. അതുകൊണ്ട് ഇന്നെന്ന് പറയുന്നൊരു സമയം മാത്രമേ നമുക്കുള്ളൂ. നാളത്തെ കാര്യം എന്താകുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ നന്മകളും പരമാവധി എല്ലാവരുടെ സ്നേഹത്തിൽ പോവുക. എല്ലാവരെയും തങ്ങളുടെ അടുത്ത ബന്ധുക്കളെന്ന പോലെ കരുതുക. നമുക്ക് കഴിയുന്ന പരമാവധി നന്മ ചെയ്യുക. കാരണം നാളെ നമുക്ക് ഒരുപക്ഷെ അത് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരത്തില്ല.
ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരുപക്ഷെ നാളെ നമുക്കോ നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ മറ്റൊരാളിൽ നിന്നത് പ്രതിഫലമായിട്ട് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെയുള്ള അപകടങ്ങൾ കാണുമ്പോൾ വെറും അയ്യോ പറ്റിപ്പോയല്ലോ അവർക്ക്, സങ്കടമുണ്ടല്ലോ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി, സങ്കടപ്പെടേണ്ടെന്നല്ല, നമുക്കെല്ലാവർക്കും സങ്കടം വരും, നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് വിലയിരുത്തി നോക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതുപോലുള്ള താല്പര്യജനകമായ വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു.